മോർണിംഗ്. മോർണിംഗ് ഗുഡ് ഓൾ. മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മാം മോർണിംഗ്. ജോയിൻ ചെയ്തിട്ടുണ്ടോ? മാം ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ആ, ഓക്കെ. അപ്പോ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? തിരക്കായി പോയ. എന്ത് തിരക്ക്. ഓക്കെ. അപ്പോ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇന്നും നല്ലൊരു ദിവസമാണെന്ന് പറഞ്ഞു തന്നെ തുടങ്ങാം. കാരണം ഇന്നത്തെ ഒരു സെഷന് എടുക്കാൻ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് നമ്മുടെ ഷില മാം ആണ്. കാരണം എന്നെ ഒരു പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം വിംബിൾ അക്കാദമി വന്നതിന് ശേഷം നമ്മുടെ പല കോഴ്സുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് നല്ല രീതിയിൽ അറിയുന്ന ഒരാൾ കൂടിയാണ്. കാരണം ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതേപോലെ മാമിന് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് ഒരു സക്സസ്ഫുൾ വുമൺ തന്നെ പറയാം. കാരണം ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തി അതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരു പലതരത്തിൽ വരും. പക്ഷെ ആ പ്രശ്നങ്ങൾ വന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്ത് തന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രയാസങ്ങളൊക്കെ മറ്റൊരാളോട് അത് പറയുമ്പോഴാണ് അയാൾ ഒരു യഥാർത്ഥ വ്യക്തിയായിട്ട് മാറുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. പക്ഷെ ഒരു അവസരം വിടുമ്പോൾ നമ്മളെ ഉള്ളിൽ കിടക്കുന്ന കാര്യം മറ്റൊരാൾ പറയുമ്പോൾ ഒരുപാട് ആശ്വാസം ഉണ്ടാവും. ചിലപ്പോൾ ആ ഓപ്പോസിറ്റ് ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെങ്കിൽ ആ ഒരു സമയത്ത് കൊടുക്കുന്ന വാല്യൂ വളരെയധികം മൂല്യവത്താണ്. അതേപോലെ തന്നെയാണ് ഇന്ന് മാം ഈ ഒരു ടോപ്പിക്കും എനിക്ക് തോന്നുന്നു മീ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്. കാരണം സാധാരണയായിട്ട് ഫോക്കസ് ചെയ്യുന്ന സെൽഫ് അവയർനെസ്, ഐഡന്റിറ്റി ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ, ഇങ്ങനെ പല രീതിയിൽ നമ്മളെ തന്നെ നമ്മളെ കുറിച്ച് അറിയാനും അതേപോലെ പല മേഖലയിലേക്കും ചിലപ്പോൾ ഈ ഒരു ടോപ്പിക് കൊണ്ടുപോയേക്കാം. നല്ല ഡിസ്കഷൻ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതേപോലെ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡന്റ് കൗൺസിലർ ആണ്, റിട്ടയർഡ് ടീച്ചർ ആണ്, വളരെ എക്സ്പീരിയൻസ് ഉള്ള പല മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോ ഈ ഒരു സെഷന് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുന്ന സമയത്ത് മീ എന്ന് പറയുമ്പോൾ വളരെ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ചിലപ്പോൾ നമുക്കൊക്കെ ഈ ഒരു സെഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അന്ന് ചിന്തിച്ചിരുന്നത് എനിക്ക് ഇന്ന് സംഭവിക്കില്ലായിരുന്നു എന്നുള്ളത്, അങ്ങനെ ഒരു നോവോടെ ഒരു നൊമ്പരത്തോടെ ഒന്നും ഈ ഒരു സെഷന് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കേണ്ടതില്ല. കാരണം നമുക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അത് ചില സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കാം. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്താണ് ഉള്ളത് അത് നിലനിർത്തി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സക്സസീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എത്താൻ കഴിയും. അതേപോലെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു സെഷനിലേക്ക് നമ്മുടെ ഫില മാമിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. പ്ലീസ് മാം. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു ഓൾ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയ നമ്മുടെ വിംബിൾ അക്കാഡമിയോടും എൻ്റെ മാതാപിതാക്കന്മാരോടും എൻ്റെ ഗുരുക്കന്മാരോടും ഒക്കെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സെക്ഷൻ നിങ്ങളുടെ അനുവാദത്തോടെ തുടങ്ങട്ടെ. ഞാനൊരു ചോദ്യം ചോദിക്കാം. ശരിക്കും നമ്മുടെയൊക്കെ ആ ഒരു മാനസികാരോഗ്യം, നമ്മളൊക്കെ മെന്റൽ ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെയാണ്. നമ്മുടെ മാനസികാരോഗ്യത്തിന്റെ ശരിക്കും അടിസ്ഥാനമായിട്ടുള്ള കാരണം അതിന്റെ ആ ഒരു എന്താണ് അടിസ്ഥാനം എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? നമ്മുടെയൊക്കെ മാനസികാരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? ശരിയാണേലും തെറ്റാണേലും പറയാം, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യലാണ്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കഥയിലൂടെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ അടുത്ത് തന്നെ ഒരു ചെറിയ ഒരു ഗ്രാമത്തിൽ എല്ലാവരുടെയും അടുത്തുണ്ട്, നമ്മളിൽ ഒരാളാണെന്ന് വിചാരിച്ചോണ്ടാ മതി. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവളുടെ പേര് മീര എന്നായിരുന്നു. അവളാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ജീവിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവിനായിട്ട്, കുട്ടികൾക്കായിട്ട്, അവളുടെ വീട്ടുകാർക്കായിട്ട്, സമൂഹത്തിനായിട്ടൊക്കെ ഇങ്ങനെ അവള് അങ്ങനെ അങ്ങ് ജീവിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷെ മീര ഒരിക്കലും തനിക്കായി ജീവിക്കണം എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുമില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ലായിരുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങളൊക്കെ നിറവേറ്റി ഒക്കെ ഇങ്ങനെ കഴിയുമ്പോഴും അവളുടെ മനസ്സിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു, എനിക്കെന്താണ് വേണ്ടത്? പക്ഷെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴും അവള് വളരെ മൗനത്തിൽ ഇരിക്കുകയായിരുന്നു. എനിക്കെന്ത് വേണം? കാരണം അത് ചെയ്യാനൊന്നുമുള്ള ആ ഒരു ടൈം അവൾക്കില്ലായിരുന്നു. പക്ഷെ അവർ അങ്ങനെ മൗനമായിട്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം
അവൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ അപ്പം പറഞ്ഞു, നിങ്ങൾക്ക് ശരീരത്തിന് മാത്രമല്ല നിങ്ങളുടെ മനസ്സിനും നന്നായിട്ട് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ മനസ്സിന് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും മീര ആ ഒരു വാക്കിനെ പിടിച്ച് ആഴത്തിൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം അവൾ അന്ന് രാത്രിയിൽ അവൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വർഷങ്ങളായിട്ട് അവൾ കണ്ണാടിയിൽ കണ്ട ഒരു അവളെ അല്ല അവൾ കണ്ടെത്തിയത്. കുറെ കഴിഞ്ഞപ്പോൾ അവൾ എപ്പോഴും ഒരു അമ്മയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ടോ ഒരു മകളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് കാണുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലായിട്ടൊന്നും അവൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അന്നത്തെ ആ ഒരു ദിവസം അവൾ ആദ്യമായിട്ട് ചോദിച്ചു, ഈ കണ്ണാടിയിൽ കാണുന്ന ആളിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവളുടെ മനസ്സിൽ അവൾ ചോദിച്ചു. അപ്പോൾ അവൾക്കൊരു മറുപടി ഇല്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു വാശി അവൾക്ക് അടുത്ത ദിവസം മുതൽ ഉരുത്തിരിഞ്ഞ് ചെറിയ ചെറിയ മാറ്റങ്ങൾ അവളുടെ ജീവിതത്തിൽ അവൾ കൊണ്ടുവരാൻ തുടങ്ങി. അതായത് അവൾ ദിവസത്തിൽ ഒരു 5 മിനിറ്റ് അവൾക്കായിട്ട് തന്നെ അവൾ ചെലവഴിച്ചു. ആരോടും ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു ജാള്യതയോ ഒന്നുമില്ലാതെ നോ പറയേണ്ടടുത്ത് നോ പറയാനൊക്കെ അവൾ പതുക്കെ പഠിച്ചു തുടങ്ങി. അവൾ സ്വന്തം ശരീരത്തോടും അതുപോലെ തന്നെ മനസ്സിനോടും ഒക്കെ അവൾ വളരെ മൃദുലമായിട്ട് സൗമ്യതയോട് കൂടിയുള്ള പെരുമാറാനുള്ള ഒരു ശേഷി അവൾക്കുണ്ടായി. അപ്പം അതിൽ നിന്നൊക്കെ അവളും പ്രധാനമാണ് എന്നുള്ള ഒരു സ്വയം ഓർമ്മപ്പെടുത്തൽ അവൾക്കും ഉണ്ടായി. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ അവളുടെ ശരീരത്തിൽ വരികയും അവൾക്ക് കുറച്ചുകൂടെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുകയും വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് അവൾ തിരിച്ചു വന്നു. അപ്പോൾ അവളുടെ മുഖത്തിന്റെ സന്തോഷമൊക്കെ മാറി നല്ല ആത്മവിശ്വാസത്തോടെ അവൾക്ക് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇതിൽ നിന്നും എന്താണ് അവൾക്ക് മനസ്സിലായത് പറയാൻ പറ്റുമോ? എന്ത് മനസ്സിലായി കാണും? അവനവന് വേണ്ടി കൂടി ജീവിക്കണം എന്ന് മനസ്സിലായില്ലേ? യെസ്, സെൽഫ് ലവ് എന്നത് സ്വാർത്ഥതയല്ല. സെൽഫ് ലവ് എന്നത് സ്വയം അവഗണിക്കാതിരിക്കുക എന്നതാണ്. ക്ലിയർ? സെൽഫ് ലവ്. സോ അവർ ടോപ്പിക് ഈസ് സെൽഫ് ലവ്. നമ്മൾ ഇവിടെ എല്ലാവരും നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ സെൽഫ് ലവിനെ പറ്റി ഇഷ്ടംപോലെ ക്ലാസ് നമ്മുടെ വിംബിൾ അക്കാഡമി വന്നിട്ടുണ്ട്. അതുകൊണ്ട് റെപ്പറ്റീഷൻ ആവാം. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യുക. എൻ്റെ കയ്യിലുള്ള ഐഡിയാസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒരു കുറച്ച് ആഴത്തിൽ പോകുമായിരിക്കും എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. എങ്കിലും തീർച്ചയായിട്ടും ശ്രവിക്കുക. ഓക്കെ. ശരിക്കും നമ്മൾ എപ്പോഴും എന്താ നമ്മുടെ മക്കളെ ആണെങ്കിലും നമ്മളെ ആണെങ്കിലും ഒക്കെ എന്താണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങളെല്ലാവരും മറ്റുള്ളവരെ സ്നേഹിക്കുക, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ നോക്കണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. മെയിനായിട്ടും നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന്, അല്ലാതെ നമ്മളെ സ്നേഹിക്കാൻ ആരെങ്കിലും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്? നമ്മുടെ മാനസികാരോഗ്യത്തിന്റെ വലിയ വലിയ ശരിക്കും ബുക്കുകളും ഒക്കെ ഉണ്ട്. പക്ഷെ സെൽഫ് ലവിനെ പറ്റി എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൂടുതൽ അറിയില്ല. എങ്കിലും എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ ഒരാൾ പോലും നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല നമുക്ക് സെൽഫ് ലവ്, നീ നിന്നെ സ്നേഹിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. ശരിക്കും നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മൂല്യം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താണ് മതിപ്പ് എത്രയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അതായത് നമ്മൾ നമ്മോട് തന്നെ സംസാരിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മളോട് നമ്മൾ എന്താ നമ്മൾ പറയുന്നത്? നമ്മൾ നമ്മളോട് എന്ത് വാക്കാ പറയാറുള്ളത്? നമ്മൾ പറയുന്നത് എന്നതാ? ഓ, ഈ നാശം പിടിച്ച ഞാൻ, അല്ലെങ്കിൽ എനിക്കൊന്നിനും പറ്റത്തില്ല, ഞാൻ പോരാ. ആരെങ്കിലും എന്തോടെങ്കിലും നമ്മളോട് നമ്മുടെ മൂല്യം വെച്ചുകൊണ്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല, ഓ എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. എപ്പോഴും നമുക്കൊരു എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പം യെസ് ഞാൻ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പല പല സിറ്റുവേഷനിൽ നിന്നും ചിലപ്പോൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ അറിയാൻ നമ്മൾ ചെയ്യുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ആദ്യത്തെ വാക്ക് എന്തായിരിക്കും? ഓ എനിക്കറിയത്തില്ല, അല്ലെ ഞാൻ ചെയ്താൽ ശരിയാവോ? എന്തുകൊണ്ടാണ്? സെൽഫ് ലവ് കുറവായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് എല്ലാം തെറ്റാണ് എന്നൊക്കെയുള്ള ഒരു തോന്നലാണ് നമുക്ക് ആ ഒരു കാര്യം കൊണ്ട് വരുന്നത്. നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളിൽ എത്രമാത്രം സെൽഫ് ലവ് ഉണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും വികാരങ്ങളെയും കുറ്റപ്പെടുത്താതെ അപമാനിക്കാതെ അംഗീകരിച്ച് സ്നേഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥയ്ക്കാണ് ശരിക്കും സെൽഫ് ലവ് എന്ന് പറയുന്നത്. അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ സ്വന്തം ശരീരത്തെ, മനസ്സിനെ, വികാരങ്ങളെ
കുറ്റപ്പെടുത്താതെ അപമാനിക്കാതെ അംഗീകരിച്ച് സ്നേഹിക്കുന്ന അവസ്ഥ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എന്തെല്ലാമാണ് കുറ്റപ്പെടുത്തും. ഓ, എനിക്കെന്തൊരു വണ്ണമാണ്, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് കൊള്ളത്തില്ല, അത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല, എൻ്റെ മുഖം കൊള്ളത്തില്ല, എനിക്ക് മുടി പോരാ, എൻ്റെ സൗന്ദര്യം പോരാ, എൻ്റെ മുഖം പോരാ, മറ്റുള്ളവരെന്നാ വിചാരിക്കും, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ആദ്യമേ കൂടുതലും ചിന്തിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ ഈ സെൽഫ് ലവിനെ പറ്റിയൊക്കെ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് സെൽഫ് ലവിനെ പറ്റി കൂടുതലായിട്ട് അറിയുന്നതും നമുക്കതിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാല് എനിക്ക് ഒരു ഇതുപോലെയുള്ള ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ വരുന്നത് വരെ എനിക്ക് സെൽഫ് ലവ് വളരെ കുറവായിരുന്നു. വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള സെൽഫ് ലവേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്റെ സ്കൂൾ ലൈഫിലും അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലും ഫാമിലി ലൈഫിലും ഒക്കെ എനിക്ക് അത് പ്രകടമായിട്ട് കാണാനും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലത്തെ ക്ലാസ് കേട്ട് 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 നമ്മളിൽ ആ മാറ്റം വരുത്തിയപ്പോഴാണ് എനിക്കാണെങ്കിലും സെൽഫ് ലവ് വേണം, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ എന്നെപ്പറ്റി അറിയണം, എനിക്ക് വേണ്ടി ഞാൻ കൂടുതൽ സമയം കണ്ടെത്തണം, അല്ലെങ്കിൽ കെയർ ചെയ്യണം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. നമുക്ക് ജസ്റ്റ് ഇതിന്റെ കാരണങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ ഇത് കുറവുള്ളവരിലെ ലക്ഷണം എന്താണെന്നും എങ്ങനെ നമുക്കത് മറികടക്കാം എന്നും ഉള്ള കാര്യം നോക്കാം. ശരിക്കും സെൽഫ് ലവ് കുറയാനുള്ള കാരണങ്ങൾ എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ തന്നെ പറയണ്ട, എന്തൊക്കെയാ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. മറ്റുള്ളവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട്, നമ്മുടെ കാര്യം അവഗണിക്കുന്നത് കൊണ്ട്. നമ്മുടെ കാര്യമാണ്. അപ്പം അതിന് മെയിനായിട്ടും 2 തരത്തിലുള്ള കോസസ് ആണ് മാം. നമുക്ക് ചൈൽഡ്ഹുഡ് കോസസ് എന്നും വേണമെങ്കിൽ പറയാം, കൂടാതെ ഇമോഷണൽ കോസസും. ഈ 2 കോഴ്സും മെയിനായിട്ട്, വേറെ ഉണ്ട്, ഒത്തിരി കോഴ്സുകളുണ്ട്, അതൊന്നും നമുക്കെല്ലാം പറയാൻ പറ്റത്തില്ല. ഇതിൽ ചൈൽഡ്ഹുഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ നമ്മൾ എന്താ കേൾക്കുന്നത്, നിന്നെ കൊള്ളിയല്ല, നിനക്ക് സൗന്ദര്യമില്ല, നീ അല്ലേ ചെയ്യുന്നത് ശരിയാകുന്നില്ല, അപ്പുറത്തെ കൊച്ചു കാണിക്കുന്നത് കണ്ടോ, അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടി മാർക്ക് മേടിക്കുന്നത് കണ്ടോ, ഇത് മാത്രമേ നമ്മുടെ വായിൽ നിന്ന് വരാനുള്ളൂ മക്കളോടാണെങ്കിലും. ഇനി നമ്മൾ എങ്ങനെയാ കമ്പയർ ചെയ്യുന്നത്? ഓ, ഒരു കല്യാണത്തിനോ എന്തിനെങ്കിലും പോവുകയാണെങ്കിൽ അയൽവക്കത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം ഉടുത്തേക്കുന്ന സാരി നല്ലതാണ്, എൻ്റെ സാരി മാത്രം കുറഞ്ഞുപോയി, അല്ലെങ്കിൽ എൻ്റെ ആഭരണം കുറഞ്ഞുപോയി. ഈ ഒരു ചിന്തയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. അല്ലാതെ നമുക്കുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അല്ലെ നമ്മൾക്കുള്ളത് നല്ലതാണ്, അത് വൃത്തിയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ചെറുപ്പത്തിലാണെങ്കിൽ അതാണ് നമുക്ക് കൂടുതൽ. നിന്നെ കൊള്ളിയല്ല, നിന്റെ പാട്ട് കൊള്ളത്തില്ല, നീ എഴുതുന്നത് കൊള്ളത്തില്ല, നീ പ്രസംഗിക്കുന്നത് കൊള്ളത്തില്ല, നിന്നെ കാണാൻ കൊള്ളത്തില്ല, ഇതൊക്കെയാണ് നമ്മളെ ചെറുപ്പത്തിൽ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും ഒരു അംഗീകാരം കിട്ടാതെ വരും. പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തും, ഈ പറഞ്ഞതുപോലെ കമ്പാരിസണും ചെയ്യും, മറ്റുള്ളവരെ നോക്കി, അയൽവക്കംകാരെ നോക്കി. ആ ഒരു ചിന്തയൊന്നും നമ്മുടെ മനസ്സിൽ നിന്നൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക. അയൽവക്കംകാർ ഒരു വീട് വെച്ചാൽ അതിൽ ഇത്തിരി കൂടി പൊങ്ങി നിൽക്കണം നമ്മുടെ വീട്, അല്ലെങ്കിൽ അവരൊരു കാറ് മേടിച്ചാൽ അതിനേക്കാൾ ഒരു ഇത്തിരി പൊങ്ങി നിന്നില്ലെങ്കിൽ നമുക്ക് മോശമല്ലേ എന്നാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു ചിന്ത. അത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്, നമുക്ക് കാണാമല്ലോ. ഇഷ്ടംപോലെ കമ്പയർ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് എത്ര നമ്മുടെയൊക്കെ ചുറ്റുവട്ടം എന്തോരം വീടുകളും ഒക്കെയാണ് വെറുതെ കിടക്കുന്നത് തന്നെ. ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ ചെയ്തിടും, കാരണം നമ്മുടെ ആ ഒരു സ്റ്റാറ്റസ് അതിലാണെന്നാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു ചിന്ത. വലിയൊരു വീടും അതേസമയം നല്ലൊരു കാറും, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയി. അതേസമയം നമ്മൾ മറ്റ് സ്റ്റേറ്റിലോട്ട് നോക്കിക്കേ, അവരുടെ വീടുകളൊക്കെ എങ്ങനെയാണ്. അവരൊന്നും വീടിലധികം പൈസയൊന്നും ചെലവാക്കാറില്ല, വണ്ടികൾക്കും ഇല്ല. അതിന് ശരിക്കും നമ്മുടെ കേരളവും മറ്റ് സ്റ്റേറ്റും തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ആ ഒരു ഈഗോ എത്രമാത്രം ഉണ്ടെന്നുള്ളത്. പിന്നെ പറയുന്നത് ഇമോഷണൽ കോസസ് ആണ്. ഇമോഷണൽ നമുക്ക് ഒത്തിരി ഉണ്ടല്ലേ. നമുക്ക് റിജക്ഷൻ ഉണ്ടാകാൻ ജീവിതത്തിൽ, ചിലപ്പം ചെറുപ്പത്തിലെ പ്രണയമോ അല്ലെങ്കിൽ വിവാഹത്തിലോ പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ഒരു റിജക്ഷൻ ഉണ്ടാവാം. ഇമോഷണലി തന്നെ നമ്മളെ ഒത്തിരി ആൾക്കാർ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടാകാം. നമുക്ക് ചിലപ്പം ടോക്സിക് റിലേഷൻഷിപ്സ് ആവശ്യമില്ലാത്തതൊക്കെ വന്നു വരാം. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് മെന്റൽ കോസസും ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിലെ കമ്പാരിഷൻ, എല്ലാവരും വിചാരിക്കുന്നത് റീല് കാണുന്നത് അവരുടെ റിയൽ ലൈഫാണെന്ന്. എത്രമാത്രം പ്രാക്ടീസ് ചെയ്ത് ഏതെല്ലാം രീതിയിൽ വേഷം കെട്ടിയിട്ടായിരിക്കും ആ റീല് നടത്തുന്നത്. അതൊന്നും അവരുടെ റിയൽ ലൈഫേ അല്ല. നമ്മൾ അത് കമ്പയർ ചെയ്യും. അങ്ങനെ എത്രയോ കുട്ടികൾ തന്നെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ. പിന്നെന്താണ്, നമ്മളെല്ലാം പെർഫെക്റ്റ് ആകണം എന്നുള്ള ഒരു ചിന്തയിലിരിക്കുന്നത്, പെർഫെക്ഷനിസം അതിനൊരു കാരണമാണ്. പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് വലിയൊരു
ഒരു ചിന്തയാണ് അല്ലേ. നമ്മളൊരു ഡ്രസ്സ് ഇട്ട നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇടണമെന്നുണ്ട്. പക്ഷെ നമ്മളെന്താ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അവരെന്നാ വിചാരിക്കും, അയൽവക്കംകാരെന്നാ വിചാരിക്കും, ബസ്സിലുള്ളവരെന്നാ വിചാരിക്കും, വണ്ടിയിലുള്ളവർ കാണുന്നവരെന്ത് വിചാരിക്കും. അതുകൊണ്ട് എന്ത് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ ഒരു ആവശ്യം ശരിക്കും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മാന്യമായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇടണം. അതിനൊത്തിരി മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുമുണ്ട്. പക്ഷെ ആ മാറ്റങ്ങളൊന്നും സെൽഫ് ലവ് കണ്ടുകൊണ്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും വേണ്ട. സെൽഫ് ലവ് ഉണ്ടായിട്ടൊന്നുമല്ല, അത് കുട്ടികൾ ആ കാലത്തിന് അനുസരിച്ച് നമ്മളങ്ങ് മാറുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റാത്ത സംഗതികളൊക്കെ നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് ഇനിയാണെങ്കിലും ചെയ്യാം തീർച്ചയായിട്ടും. നമ്മുടെ ചെറുപ്പത്തിൽ ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. ചിലപ്പം പാട്ട് പഠിക്കുന്നതായിരിക്കും, ചിലപ്പം ഡാൻസ് പഠിക്കുന്നതായിരിക്കും, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് വായിക്കാൻ പഠിക്കുന്നതായിരിക്കും. അപ്പം നമുക്കത് ചെറുപ്പത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യണം. എത്രയോ ആൾക്കാർ റിട്ടയർ ആയി കഴിഞ്ഞിട്ടൊക്കെ ഡാൻസ് അരങ്ങേറുകയും പാട്ട് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടം ഉണ്ട്. നമ്മൾ ശ്രമിച്ചാൽ ശരിക്കും നമുക്ക് കിട്ടും. പിന്നെ പാസ്റ്റ് ഫെയിലിയേഴ്സ്, ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും ചെറുപ്പത്തിൽ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടം കൊണ്ട് ക്ലോസ് ചെയ്യും അല്ലെ. നിന്റെ പാട്ട് പൊള്ളിയാലെന്ന് പറഞ്ഞാൽ ആ ഒരു സെക്കൻഡ് നമ്മുടെ പാട്ടൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ള അവസ്ഥയാണ് ചെറുപ്പത്തിലുള്ളത്. അപ്പം ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങളെന്ന് തോന്നുന്നു. ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമാസ്, ആ കോസസ്, പിന്നെ നമുക്ക് ഇമോഷണലി കുറച്ച് ബർഡൻ വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ ഈ പറഞ്ഞതുപോലെ സോഷ്യലും മെന്റൽ കോസും ഒക്കെ ആയിട്ട് വരാം. പിന്നെ ഇത് കുറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ലക്ഷണങ്ങൾ എന്താ? നമുക്ക് സെൽഫ് ലവ് കുറവാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് നമ്മുടെ ഒരു സിംറ്റം എന്തായിരിക്കും കാണിക്കുന്നത്? ഏതായിരിക്കും പറയാൻ പറ്റുമോ? നമുക്ക് നമുക്ക് സെൽഫ് ലവ് കുറവാണെങ്കിൽ സന്തോഷം ഉണ്ടാവത്തില്ല. സന്തോഷം സന്തോഷം ഉണ്ടാവില്ല. ഉണ്ടാവും. പിന്നെ സന്തോഷം ഉണ്ടാകത്തില്ല, സത്യം. അതായത് സെൽഫ് ലവ് കുറവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഡൗട്ടായിരിക്കും, സെൽഫ് ഡൗട്ട് ഉണ്ടായിരിക്കും. ഞാൻ അത് ചെയ്താൽ ശരിയാവുമോ, ഞാൻ ഇത് കൊടുത്താൽ ശരിയാവുമോ, മറ്റുള്ളവർ നന്നായിട്ട് നമ്മളോടൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യമേ എന്നാ പറയുന്നത്? നമ്മളോടൊരു സ്പീച്ച് പറയാൻ പറയുക, നമ്മൾ ആദ്യം എന്ത് പറയും? ആദ്യമേ നമ്മൾ ചാടിക്കയറി ഞാൻ ചെയ്യാമെന്ന് പറയാറുണ്ടോ? അതെനിക്ക് ഉണ്ടോ? കഴിയുമോന്ന് ചോദിക്കും. നമ്മൾ എന്താ പറയുന്നത്? ഒരിക്കലും നമ്മൾ ഞാൻ ചെയ്യാമെന്ന് നമ്മൾ പറയത്തില്ല. പിന്നെ ഇതിനകത്തൊക്കെ ഉം. വന്നതിന് ശേഷം പഠിച്ച് നമ്മൾ വേണമെങ്കിൽ ഇപ്പം പറയുമായിരിക്കും ഞാൻ ചെയ്യാമെന്ന്. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും പറയത്തില്ല. എത്രമാത്രം അറിയാമെങ്കിൽ പോലും എനിക്ക് ഒരു സെൽഫ് ഡൗട്ട് നമുക്കുണ്ട്. ആ സെൽഫ് ഡൗട്ട് നമുക്ക് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ചെയ്യണമെന്നോ ആലോചിക്കുമ്പോൾ അത് സെൽഫ് ഡൗട്ട് ഇല്ലാതെ നമുക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സെൽഫ് ലവ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ആ പോരാന്നുള്ള ചിന്ത ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അവര് കൂടുതൽ മുന്നോട്ടിറങ്ങും. പക്ഷെ നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റാതെ വരും. പിന്നെ ഒരു ബൗണ്ടറീസും ജീവിതത്തിൽ കാണത്തില്ല. എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം കേട്ടാല് ഉടനെ നമ്മൾ അങ്ങോട്ട് തകർന്നു പോവുകയാണ്. ശരിക്കും ഇപ്പം തന്നെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ കണ്ടില്ലേ? ആ ചാലയിൽ ഒരു അമ്മയും ഒരു ലേഡിയും മരിച്ചത്. എന്താ ഭർത്താവ് എന്തോ അവന് PhD കിട്ടാത്തത് ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണെന്നും പറഞ്ഞ് ഡൈവേഴ്സ് വേണമെന്നെന്തോ പറയുക ചെയ്തു. അത്രയും അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഡൈവേഴ്സിന്റെ കാര്യം ഏതാണ്ട് പറഞ്ഞതേ ഉള്ളൂ. വീട്ടിൽ വന്നു, അമ്മയും മോളും ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചു. വേറൊന്നും അവർക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു മറ്റ് വേസ് എന്താണെന്ന് ജീവിതത്തിൽ ഉള്ളതെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. ചിലപ്പം ഈ സെൽഫ് ലവിന്റെയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള ഒരു കുറവ് കൊണ്ടായിരിക്കും അതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നത്. എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കേട്ടാൽ തകർന്നു പോകുന്നു. പിന്നെ ഭയങ്കര ഓവർ തിങ്കിങ് ആയിരിക്കും, ഗിൽറ്റ് ഫീലിംഗ് കാണും, കോംപ്ലിമെന്റ് ഒക്കെ എല്ലാവരും തന്നാൽ അവർ കളിയാക്കുന്നതാണെന്നുള്ള ഒരു ഫീൽ ആയിരിക്കും. അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സൊന്നും കാണത്തില്ല. എനിക്കിതിന് അർഹതയുണ്ടെന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ വരും. മറ്റുള്ളവർ കോംപ്ലിമെന്റ് പറഞ്ഞാലും അവർ കളിയാക്കുന്നതാണെന്നൊക്കെ. അതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ. പിന്നെ നമുക്കിനി മെയിൻ ആയിട്ടുള്ള ഭാഗത്തിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും എങ്ങനെ നമ്മുടെ സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യാം, നമ്മൾ കേട്ട ക്ലാസ്സുകളിൽ നിന്നൊക്കെ ഉള്ളത് വേഗം ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തോളൂ.
അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ ആഡ് ചെയ്യണമെന്ന്. വേഗം പറ സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യാനുള്ള മാർഗങ്ങൾ. നമ്മളെ തന്നെ വാല്യൂബിൾ ആണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഐ ആം ആസ് ഗുഡ് ആസ് എനിബഡി എൽസ് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം. ഓക്കെ, ഓരോരുത്തർ ഓരോ വേർഡ്സ് വേഗം പറഞ്ഞു. എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് ആദ്യം ഒന്ന് തീരുമാനിക്കണം. എന്റെ സ്ട്രെങ്ത് ആണ് എന്താണ്, എന്റെ എനിക്കുള്ള ആ ഒരു കഴിവ് എന്താണ്, എനിക്ക് ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സ്വയം ഒരു റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൾക്ക് ആ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആ ഒരു സെൽഫ് ലവ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. സാധ്യതയുണ്ട്. ആദ്യമേ നമുക്ക് എന്താ വേണ്ടെന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ലായിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് നമ്മളൊന്ന് എഴുതി വെച്ചാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകുമായിരിക്കും തീർച്ചയായിട്ടും. ഓക്കെ, അടുത്തത് നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ബോഡിയെ ബൗണ്ടറീസ് കുറിച്ചും സെറ്റ് ചെയ്യുക. ഒരാൾ പറ സാറേ. ബൗണ്ടറികൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ബൗണ്ടറി സെറ്റ് ചെയ്യുക, കറക്റ്റ്. പിന്നെ നമ്മളുടെ ബോഡിയെ കുറിച്ചും നമ്മളുടെ ഇമോഷനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുക. ആ കഴിഞ്ഞോ? കുറച്ച് ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. നമുക്കുള്ള ഇൻട്രസ്റ്റ് നമുക്ക് വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കണം. ശരിയാണ്. ഓക്കെ, അടുത്തത് കഴിഞ്ഞോ? നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതെ, എന്തൊക്കെയാണ് നമുക്ക് എബിലിറ്റീസ് ആൻഡ് വീക്ക്നെസ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വീക്ക്നെസ് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നുള്ളത് ചിന്തിച്ച് അതിനായിട്ട് നമ്മൾ ആക്ഷൻ എടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഭാഗത്ത് ഗ്രോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കുറച്ച് എഴുതി വെച്ചിട്ടുള്ള പോയിന്റ്സ് ഞാൻ പറയാം. ഒന്നാമത് തന്നെ നമ്മുടെ സെൽഫ് ടോക്ക് ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. എന്താണ് നമ്മൾ എന്താ പറയുന്നത്? എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റും, പോസിറ്റീവായിട്ടും കൊണ്ടുവരിക. എല്ലാം നമുക്കിടെ മനസ്സിലോട്ട് നെഗറ്റീവായിട്ട് ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് നമ്മൾ എനിക്കത് പറ്റും, എനിക്കത് ചെയ്യാൻ സാധിക്കും, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും, പഠിക്കുക, ചെയ്യുക. നമുക്ക് തീർച്ചയായിട്ടും അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ. നമ്മളൊന്ന് തന്നെ, പ്രത്യേകിച്ച് ലേഡീസ് തന്നെ ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റില്ല എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് നമ്മൾ അകത്തിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റത്തില്ല. ഇതിലിരിക്കുന്ന പല ലേഡീസിനോടും വേണമെങ്കിൽ ഭർത്താക്കന്മാര് പറഞ്ഞിട്ടുണ്ടായിരിക്കും, നീ പോയി ഡ്രൈവിങ് പഠിച്ചോ, നീ ഡ്രൈവ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ തിരിച്ചും പറയുന്ന ഭർത്താക്കന്മാരുണ്ട് കേട്ടോ, ഇത് തന്നെ പറയുന്നവരല്ല. പക്ഷെ ലേഡീസിനോട് പറഞ്ഞാലും പോകാത്ത എത്ര പേര്, ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പിൽ? നീ പോയി പഠിച്ചോ, നീ ഡ്രൈവ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പോകാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ സെൽഫ് ടോക്കിനെ ഒന്ന് മാറ്റി പിടിക്കുക, നെഗറ്റീവിന്റെ സ്ഥാനത്ത് പോസിറ്റീവ് ആക്കുക. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം. പിന്നെ ഇവിടെ ഇപ്പൊ സാറ് പറഞ്ഞു ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ. ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ നോ പറയേണ്ടടുത്ത് വളരെ ശക്തമായിട്ട് തന്നെ നമ്മൾ നോ പറയണം. അവര് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അയ്യോ ഞാൻ പറഞ്ഞാൽ അവരെന്നെ ഇനി സ്നേഹിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് എന്നെ ഇഷ്ടപ്പെടുകയല്ലെന്നൊക്കെ നമ്മൾ നോക്കും. പക്ഷെ നമ്മൾ ശരിക്കും നമ്മളൊരു രണ്ടാളാണ് ശരിക്കും. പുറമേ കാണുന്ന നമ്മളും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നമ്മളും ഉണ്ടല്ലോ, ഒരു കുഞ്ഞ് നമ്മളുണ്ടല്ലോ. നമ്മൾ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ടെന്ന് പറയാറില്ല. ഇന്നർ ചൈൽഡ് ഹീലിങ്ങിലൊക്കെ നമ്മൾ പഠിക്കുന്നതല്ലേ. അപ്പം ആ ഒരു രണ്ട് പേഴ്സണാലിറ്റിയിൽ നമുക്കൊരു രണ്ട് പേഴ്സണാലിറ്റി ഉണ്ട്. ഈ പുറമേ കാണുന്ന പേഴ്സണാലിറ്റി, ഉള്ളിലെ പേഴ്സണാലിറ്റി. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നു, പുറമേ എന്നെ കാണുന്നു. ആ പുറമേ എന്നെ കാണുന്നതിൽ എൻ്റെ അകം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ രീതിയിൽ നമ്മളിൽ ഓരോരുത്തരിലും നമുക്ക് അറിയത്തില്ല. നിങ്ങളുടെ അകം എന്താണെന്നുള്ളത് എനിക്കും അറിയത്തില്ല, എൻ്റെ അകം എന്താണെന്ന് നിങ്ങൾക്കും അറിയത്തില്ല. അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ ആ രണ്ട് പേഴ്സണാലിറ്റി. പുറമേ കാണുന്നത് മറ്റുള്ളവർക്ക് അവർ കുറച്ച് ജഡ്ജ് ചെയ്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിലും കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പം അതിനകത്തേക്ക് നമ്മൾ മൂന്നാമത് ഒരാളെ കയറ്റാതിരിക്കുക. അത് ഹസ്ബൻഡ് ആണേലും മക്കളാണേലും വൈഫാണേലും ആരാണേലും, ഈ രണ്ട് പേഴ്സണാലിറ്റിയുടെ ഉള്ളിലേക്ക് ഒരു ലിമിറ്റ് ഇട്ടിട്ട് മാത്രം നമ്മൾ കയറ്റാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും ഡിസിഷൻ എടുക്കുവാണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ മനസാക്ഷിയോട് അല്ലെങ്കിൽ ആ ഇന്നർ സെൽഫിനോട് ചോദിച്ചതിന് മാത്രം എടുക്കുക. നമ്മൾ നോ പറയേണ്ടടുത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ പറയണം. ആരുടെയും വാലിഡേഷൻ ആയിട്ടൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബൗണ്ടറീസ് ഒക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി ഒത്തിരി കണ്ടതാണ്.
അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. അതായത് ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ തന്നെ കോഴ്സ് നമ്മുടെ ഇതിനകത്തുണ്ട്, നിങ്ങൾ എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്തതായിരിക്കും. അപ്പം അതിനെപ്പറ്റിയും കൂടുതലൊന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആശ്വസിപ്പിക്കുക. നമുക്ക് ഇഷ്ടംപോലെ ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ ആവശ്യം വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാകും നമ്മൾ എത്രമാത്രം നമ്മുടെ സെൽഫിനെ ഹർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ദിവസവും എന്തോരം ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ നമ്മൾ ആ ഒരു രീതിയിലുള്ള ചിന്ത മാറ്റിയിട്ട് നമ്മൾ ഇന്നർ ചൈൽഡിനെ നമ്മൾ വളരെ സൗമ്യമായിട്ട് ആശ്വസിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ ഒരു കൊച്ചിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ചൈൽഡിനെ നമ്മളൊന്ന് സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും. ഞാൻ അമീരയുടെ കഥ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നർ ചൈൽഡിനോട് നമ്മൾ നെഗറ്റീവ് പറയാതിരിക്കുക. അതാണ് അവിടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് വരുന്നത്. പിന്നെ ഡെയിലി സെൽഫ് ലവ് ഹാബിറ്റ്സ് എപ്പോഴും എല്ലാ ക്ലാസ്സിലും നമ്മൾ കേൾക്കുന്നതാണ്. രാവിലെ എണീക്കുമ്പോഴേ ഒരു 5 മിനിറ്റ് നാം നമ്മോട് സംസാരിക്കുക. അപ്പം നമുക്ക് ശരിക്കും നന്നായിട്ട് അത് പ്രാക്ടീസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേണ്ട ഐഡിയാസ് ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയല്ലേ മഹർഷിമാരും മുനിമാരും ഒക്കെ ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാറുണ്ട്. പിന്നെ അത്യാവശ്യമായിട്ട് എന്താണ് നമ്മുടെ ബോഡി മൈൻഡ് കെയർ. ബോഡി കെയർ നമുക്ക് ശരിക്കും അറിയാം. നമ്മുടെ ബോഡിയെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മുടെ ബോഡി കാണുമ്പോൾ അറിയാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ കാലൊന്ന് മറ്റുള്ളവർ നമ്മൾ വണ്ടിയിലോ അല്ലെങ്കിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും പണ്ടേ പറയാറുണ്ടല്ലേ, നമ്മുടെ കാല് കണ്ടാൽ അറിയാം നമ്മുടെ വൃത്തി എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ശരിയല്ലേ? ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുന്നത് മറ്റുള്ളവരുടെ ചെരുപ്പയിലോട്ടും കാലയിലോട്ടുമാണ്. ഇതെന്നാ വൃത്തിയില്ലാത്തത്. അപ്പം നമ്മുടെ കാലിന്റെ കെയർ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം എന്നാ, നമ്മുടെ ബോഡിക്ക് നമ്മൾ കെയർ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ നെയിൽസ്, കാലിന്റെ നഖങ്ങൾ, ഇതൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ബോഡിയെ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബോഡിയെ സ്നേഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ബോഡിയോട് അയ്യോ ഇത് എത്രമാത്രം വണ്ണം എനിക്കുണ്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, ഒരു ചെറിയൊരു സ്കെലറ്റനാണ് നമ്മുടെ ഈ 70 കിലോയോ 80 കിലോയോ 100 കിലോയോ 120 കിലോയോ ഒക്കെ താങ്ങി നിർത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ബോഡിയെയാണ് നമ്മൾ ബോഡി ഷെയിം ചെയ്യുന്നതും അല്ലെങ്കിൽ വണ്ണം കൂടുതലാണ്, പൊക്കം കുറവാണ് ഇതൊക്കെ പറയുന്നത്. ഒക്കെ ഉള്ളതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. തീർച്ചയായിട്ടും സെൽഫ് കെയർ നന്നായിട്ട് നടത്തണം. അതായത് വെള്ളം കുടിക്കുന്നത്, നമ്മൾ മറ്റുള്ളവരോട് പറയും നിങ്ങൾ വെള്ളം കുടിക്കണമെന്ന്. നമ്മൾ എത്ര പേര് 2.5-3 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് ഡെയിലി? സെൽഫ് കെയർ. പിന്നെ നമ്മൾ നീറ്റായിട്ട് പ്രസന്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നീറ്റായിട്ട് പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങൾ അതൊക്കെ നമുക്കുണ്ട്. പക്ഷെ ചിലപ്പം ചില ലേഡീസൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ അത്ര ശ്രദ്ധ കൊടുക്കത്തില്ല. വീട്ടിൽ ഏറ്റവും മോശമായിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ചിലപ്പം ഇട്ടുകൊണ്ട് നിൽക്കും. നമുക്ക് വലിയ പണിയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലത് കേടാവണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഡ്രസ്സിങ് ഒക്കെ ആണെങ്കിലും നല്ലതായിട്ട് തന്നെ നമ്മളിപ്പം തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോകുമല്ലേ, ഈ നൈറ്റിയെ തന്നെ അങ്ങ് പോയേക്കാം, അല്ലെ ഈ നൈറ്റ് ഡ്രസ്സിൽ തന്നെ നമ്മളങ്ങ് പോയേക്കാം, അല്ലെ ആ വീട്ടിലിരുന്ന ഡ്രസ്സിൽ തന്നെ പോയേക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ശരിക്കും അതൊക്കെ നമ്മൾ മാറ്റി നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നമ്മൾ മാറ്റി ഏറ്റവും വൃത്തിക്ക് നമ്മൾ നമ്മുടെ ബോഡിക്ക് കെയർ കൊടുക്കണം. നമ്മുടെ ബോഡിക്ക് കെയർ കൊടുത്താൽ തന്നെ നമുക്ക് കുറേ സെൽഫ് ലവ് ഉണ്ടാകും. കാരണം എന്താ, നമുക്ക് സെൽഫ് ലവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ബോഡിയെ കെയർ ചെയ്യുന്നത്. ഇനി അങ്ങനെ കെയർ ചെയ്യാത്തവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. എന്തോരം ആൾക്കാർ ചുറ്റുവട്ടമുണ്ട്, നമ്മുടെ വഴിയെ നടക്കുന്നൊക്കെ ആൾക്കാരൊക്കെ ചിലര് നമ്മളെ കാണാൻ പാടില്ലേ, സൈക്കാട്രിക് ആയിട്ടുള്ള മനുഷ്യരും അല്ലാതെയൊക്കെയുള്ള യാചകരൊക്കെ അവരും നമ്മളും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ ആ ബോഡി കെയറിന്റെ ഇമ്പോർട്ടൻസ് ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു സെൽഫ് ടോക്ക് നമ്മൾ നടത്തണം. നമ്മുടെ ചിന്തയും മാറ്റണം, അതുപോലെ തന്നെ നമ്മുടെ ടോക്കും മാറ്റണം. എന്നാൽ മാത്രമേ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ പോസിറ്റീവ് ആയിട്ടുള്ള തിങ്സ് ഇറങ്ങി ചെല്ലത്തുള്ളൂ. ആ ഒരു പോസിറ്റീവ് ചിന്ത നമുക്ക് കിട്ടത്തുള്ളൂ. വെറുതെ നമ്മളൊന്ന് നിലത്തിരുന്നിട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നിലത്തൊക്കെ ഒന്ന് ഇരുന്ന് നമുക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാതെ വേറെ ഒരു ഇതുമില്ലാതെ നമ്മുടെ എല്ലാ വർക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നമ്മളൊന്ന് ഇരുന്നിട്ടൊന്ന് നമുക്കൊരു പോസിറ്റീവ് ടോക്ക് നടത്തിയാൽ മതി. നമ്മളൊക്കെ സാധാരണ എന്താണ്, നമുക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും
അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ ഒക്കെ നമ്മൾ പോകാറുണ്ട്. അതില് പാതി വർക്ക് വീട്ടിൽ ചെയ്ത് വെച്ചിട്ടാണ് ഈ സംഗതിക്ക് നമ്മൾ പോയേക്കുന്നത്. അവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കും. എന്നതാ നമ്മുടെ മനസ്സിൽ, അയ്യോ ഞാൻ സ്റ്റൗ ഓഫാക്കിയോ, അല്ലെ അത് കരിയുവോ ഇത് കരിയുവോ, അല്ലെ ഞാൻ കോഴിക്കോട് അടച്ചില്ലേ, പട്ടിയെ പിടിച്ചിട്ടില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് അവിടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊന്നും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പം എല്ലാം ഒരുവിധം ഒതുക്കി നമ്മുടെ മനസ്സൊന്ന് ശാന്തമായിട്ട് മാത്രമേ നമ്മളിങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ, അല്ലെ നമ്മൾ നമ്മളെ പറ്റി നോക്കാവൂ. പിന്നെ നമ്മുടെ ബോഡിയോട് പറയുന്നതാണേലും മറ്റുള്ളവരോട് പറയുന്നതാണേലും നമ്മൾ ഒരു സെക്കൻഡ് ചിന്തിച്ചിട്ട് മാത്രം പറയുക. നമ്മുടെ നാക്ക്, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മക്കളോട് നമ്മൾ പറയുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം. അതെല്ലാം അവരുടെ ഉള്ളിലേക്ക് ചെല്ലുവാണ് നമ്മൾ പറയുന്നത്. കാര്യം പറഞ്ഞാൽ നമ്മൾ അവർ നന്നാകാൻ പറയുന്നതായിരിക്കും. നീ അടുത്ത വീട്ടിലെ കൊച്ചിനെ കണ്ടുപിടിക്കുക, അവൻ എത്ര മാർക്കുണ്ട്, നിനക്കെന്നാ ഇല്ലാത്ത, ഈ കമ്പാരിസണും ഈ പറച്ചിലും മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെ അവർ ഡൗൺ ആവാനാണ് സാധ്യത. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ നാക്ക് സൂക്ഷിക്കുക. പിന്നെ സറൗണ്ടഡ് വിത്ത് പോസിറ്റിവിറ്റി, അത് നമുക്കുണ്ട് അല്ലെ. നമ്മുടെ ഈ ഗ്രൂപ്പിൽ നല്ലൊരു പോസിറ്റിവിറ്റി ഉള്ള ഗ്രൂപ്പാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിന് മെച്ച അറിവ് കിട്ടുന്നുണ്ട്. നമുക്ക് പഠിപ്പിക്കാനുള്ളതും മറ്റുള്ളതിനൊക്കെ ഉള്ള അറിവ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം അതെല്ലാം നമ്മളിലേക്ക് ഇപ്പം 100% നമുക്ക് ഉൾക്കൊണ്ട് 100% നമുക്ക് ഉൾക്കൊള്ളാനൊന്നും പറ്റത്തില്ലെങ്കിൽ പോലും കൂടെ ഒരു പോയിന്റ് നമ്മുടെ ജീവിതത്തിൽ എടുത്ത് നമ്മുടെ ജീവിതം എങ്ങനെ ഹാപ്പി ആക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ കൂടുതലും ചിന്തിക്കേണ്ടത്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കണം. നമ്മൾ നമ്മളോട് ക്ഷമിക്കണം. നമ്മുടെ ബോഡിയോട് നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ബോഡിയോട് തന്നെ നമ്മൾ ക്ഷമിക്കുക. കാരണം ഈ സ്കെലറ്റൻ ഇത്രയും സംഗതികളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളെ ഡെയിലി യാതൊരു പരിക്കും ഇല്ലാതെയൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ബോഡിയോട് കടപ്പെട്ടവർ തന്നെയാണ്. നമ്മൾ അതിന് താങ്ക്സ് പറഞ്ഞേ പറ്റൂ, അതിനോട് ക്ഷമിച്ചേ പറ്റൂ. നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ക്ലാസ്സിൽ കേട്ടതാണ്, നമ്മുടെ ബോഡിയെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പോലും അത് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഞാൻ കേട്ട 2 ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കാവോ, എന്നിട്ടൊരു 2 ഡീപ്പ് ബ്രെത്ത് എടുത്ത് പുറത്തേക്ക് വിട്ടേ. അതിനുശേഷം നമ്മുടെ ഷോൾഡറെ നമ്മൾ 2 കൈ കൊണ്ട് ഒന്ന് പതുക്കെ ഒന്ന് പാറ്റ് ചെയ്തേ. എന്നിട്ട് ഇന്നർ സെൽഫിനോട് പറ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ എന്നോട് ക്ഷമിക്കണം എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഒന്ന് പാറ്റ് ചെയ്ത് പറഞ്ഞു നോക്കിക്കേ. ഓക്കെ. പിന്നെ നമ്മുടെ ചിന്നു കൊണ്ടുവന്ന് നമ്മുടെ ചെസ്റ്റിൽ ഒന്ന് മുട്ടിച്ചേ. പതുക്കെ ഇന്നർ സെൽഫിനോട് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് നമ്മുടെ ചിന്നു കൊണ്ടുവന്ന് താടി കൊണ്ടുവന്ന് നമ്മുടെ ഒന്ന് കഴുത്തിന്റെ താഴെ ഒന്ന് മുട്ടിച്ചേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറ. ആ കൈ അങ്ങനെ തന്നെ ഇരുന്നോട്ടോ കേട്ടോ. അത് 2-3 വട്ടം ചെയ്യുക. അതിനുശേഷം തല നേരെ വെച്ചിട്ട് നമ്മുടെ 2 സൈഡിലേക്കും ഷോൾഡറിനെ ഒന്ന് ഹഗ് ചെയ്തേ. ഷോൾഡർ ഒന്ന് ഹഗ് ചെയ്തേ. ഷോൾഡറിനെ ഇങ്ങനെ ഹഗ് ചെയ്തേ. ഇങ്ങനെ നമ്മുടെ പതുക്കെ സോഫ്റ്റ് ആയിട്ട് ഹഗ് ചെയ്യും 2 സൈഡിലേക്ക്. പിന്നെ നമ്മുടെ 2 കൈയും ഇങ്ങനെ ഒന്ന് പിടിച്ചേ. നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രാക്ടീസ്. നമ്മുടെ കൈ ഇങ്ങനെ ഒന്ന് പിടിച്ചേ. എന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു കൈയിലൂടെ മറ്റേ കൈ ഇങ്ങനെ ഒന്ന് ഓടിച്ചേ. വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് ഓടിച്ചു. വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞ് അങ്ങ് താഴെ വരെ വരട്ടെ. പതുക്കെ എത്രമാത്രം സോഫ്റ്റ് ആവാവോ അത്രയും സോഫ്റ്റ് ആയാലേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫീൽ ചെയ്ത് ചെയ്യണേ. ബോഡിയുടെ എല്ലാ പാർട്ടും ചെയ്യാൻ കേട്ടോ. നമുക്ക് എളുപ്പമുള്ളത് കൊണ്ട് നമ്മൾ ഇതങ്ങ് ഞാൻ കാണിച്ചു തന്നെന്ന് മാത്രം. ഇതുപോലെ നമ്മുടെ എല്ലാ ബോഡി പാർട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ. ഇതൊക്കെ ഞാൻ വേറൊരു എവിടുന്നോ കേട്ട ഒരു കുറച്ച് നമ്മളെ തന്നെ ഒന്ന് ഹഗ് ചെയ്യുകയും നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുന്ന ഒരു
രീതി കേട്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് മാത്രം. പിന്നെ ഈ ബോഡിയുടെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോഴത്തെ ഇന്നത്തെ ഈ പ്രസന്റ് ലൈഫിന് നമ്മൾ നന്ദി പറയണം. പിന്നെ നമ്മുടെ ബോഡിയെ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ് ഫുഡ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെ കഴിക്കണം, വളരെ കുറച്ച് ഇപ്പോഴത്തെ കാലത്തെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം. അതുപോലെ തന്നെ എക്സർസൈസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം. ഇല്ലാത്തവർ സ്റ്റാർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മളൊരു 15 മിനിറ്റ് നടക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുകൊണ്ട് എക്സർസൈസ് ചെയ്യുകയോ. പിന്നെ എക്സർസൈസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും എല്ലാവരും പറയും, ഓ ഞങ്ങളുടെ അവിടെ നടക്കാൻ റോഡില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അവിടെ താഴെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഈ നടക്കുന്നത് എത്രമാത്രം നിങ്ങൾക്ക് നടക്കണോ ആ നടപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ മുറിക്കകത്ത് നിന്നുകൊണ്ട് നടക്കാം, ആവശ്യമുണ്ടെങ്കിൽ. ഇല്ലേ? നടക്കാൻ പറ്റുമോ ഇല്ലയോ? മുറിക്കകത്ത് നിന്ന് നിങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും പറ്റും. പറ്റും. പുറത്തിറങ്ങി നടക്കാം എന്നുള്ള ഒരു അതിനൊരു എക്സ്ക്യൂസേ പറയണ്ട. ഇത് വേണമെങ്കിൽ ചക്ക വെയിലിലും കായ്ക്കും എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിനൊക്കെയുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ വളരെ അറിവുള്ള ആൾക്കാർ നമ്മുടെ യൂട്യൂബിൽ കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ രാവിലെ 5 മിനിറ്റ് നമ്മോട് സംസാരിക്കണമെന്ന് പറഞ്ഞ രീതിയിൽ എപ്പോഴെങ്കിലും നമുക്ക് വേണ്ടി നമ്മളൊരു കുറച്ച് ടൈം പകല് സ്പെൻഡ് ചെയ്യണം. അത് സ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നേച്ചറുമായിട്ട് സ്പെൻഡ് ചെയ്യാനാ പറയുന്നത്. ഗ്രീൻ സീനറി ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്താൽ നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷം കിടിച്ചു. ഇനി അഥവാ നിങ്ങൾക്ക് ഗ്രീൻ സീനറി പറഞ്ഞത് ഫ്ലാറ്റ് ആണ്, ഇവിടെ ഗ്രീൻ ഒന്നും കാണാനില്ല, വേണ്ട. നമ്മുടെ വീടിന്റെ അകത്തിരുന്നോണ്ട് നമ്മളൊരു ഗ്രീൻ സീനറി അങ്ങോട്ട് വിഷ്വലൈസ് ചെയ്താൽ മതി. അത് മതി. ഇനി അത് കാണാൻ വേണ്ടി തന്നെ പുറത്തോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ മുറിക്കകത്ത് ഒരു ഫോട്ടോ വെച്ചാൽ മതി സീനറീസ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നമുക്ക് സമയമില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. കാരണം എൻ്റെ വീടിന്റെ 2 സൈഡിലും ചന്ദന മരങ്ങളാണ്. 2 ചന്ദന തോപ്പാണ്. ശരിക്കും 2 സൈഡിൽ നിന്നും കിഴക്കും പടിഞ്ഞാറും ചന്ദനത്തോപ്പില് നടുക്കാ വീടിരിക്കുന്നത്. നല്ല പോസിറ്റിവിറ്റി നൽകുന്ന ഒരു നേച്ചറാണ് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് തന്നേക്കുന്നത്. അവിടെ ഇരുന്ന് അതൊന്ന് ആസ്വദിക്കാനുള്ള ഒരു ടൈം കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പറ്റുവാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കൊന്ന് യാത്ര ചെയ്യുക. നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് പോയി ഇരുന്നാൽ മതി. തന്നെ പോകാൻ പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് തന്നെ പോകുന്നവരാണെങ്കിൽ തന്നെ ഒരു കുറച്ച് സമയം പോയി ഒന്നൊക്കെ ഒരു ബീച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള എത്ര ചെറിയ സ്ഥലങ്ങൾ നമ്മൾ കാണാതെ ഉണ്ടായിരിക്കും. നല്ല ചെറിയ ചെറിയ ടൂറിസ്റ്റ് പ്ലേസ് പോലെയുള്ള സ്ഥലങ്ങൾ, അതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഒരു ദിവസം ആഴ്ചയിലൊന്നോ ഒക്കെ പോകാൻ പറ്റുമെങ്കിൽ, ഡ്രൈവ് ചെയ്തൊക്കെ പോകാൻ പറ്റുമെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ മതിയല്ലോ. നമ്മുടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ നമുക്കൊരു സന്തോഷം നൽകും. ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, ഒരു വാട്ടർഫോൾ ആണ്. അപ്പം അവിടെ പോയിട്ടില്ല. മക്കളൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ പോയിട്ടില്ല. ഒരു പ്രാവശ്യം മോളുടെ ഫ്രണ്ട്സ് ഒക്കെ ഒരു ഫ്രണ്ട് വന്നപ്പം, കോഴിക്കോട് നിന്ന് 2 ഫ്രണ്ട്സ് വന്നപ്പം അവരെ കൊണ്ട് പോയപ്പം ഞാനും കൂടെ പോയി. ഒരു വെള്ളച്ചാട്ടമാണ്, അരുക്കുറ്റി വെള്ളച്ചാട്ടം. നമ്മുടെ ഗൂഗിളിലൊക്കെ ഉള്ള സ്ഥലമാണ്, കോട്ടയം ജില്ലയിലെ അരുവിക്കുറ്റി വെള്ളച്ചാട്ടം. ശരിക്കും അവിടെ പോയി ചാടി കുളിച്ച് എല്ലാം നല്ല സന്തോഷമായിട്ട് തിരിച്ചു കയറി പോന്നു. എത്രയോ അടുത്ത്, ഒരു അരമണിക്കൂർ പോലും പോകണ്ട. പക്ഷെ നമ്മൾ പോയിട്ടില്ല. കുളിക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ഇൻട്രസ്റ്റിൽ ഇറങ്ങി അങ്ങ് കുളിച്ചത് മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്കതൊന്ന് കാണാനൊക്കെ നല്ല രസമായിരിക്കും. നിങ്ങളുടെ അടുത്തൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പിന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ഇനി നമ്മളെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ ആരുമില്ലേ, നമ്മൾ നമ്മളെ തന്നെ അങ്ങോട്ട് നമുക്ക് തന്നെ ഒരു മിഠായി അങ്ങ് മേടിച്ചു കൊടുത്തങ്ങ് സെലിബ്രേറ്റ് ചെയ്തേക്കണം. അല്ലെ പുറത്ത് പോകുമ്പോൾ ഒരു ബിരിയാണി കഴിച്ചൊക്കെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. നമ്മൾ ചിലപ്പം ഇപ്പോഴത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഹസ്ബൻഡ് വേറെ ഡ്യൂട്ടിക്ക് പോയേക്കുമായിരിക്കും, മക്കൾക്ക് പഠിത്തം, ട്യൂഷൻ ഇതൊക്കെ കാണും. അപ്പം എല്ലാവരും കൂടെ പോകാൻ വേണ്ടി നമ്മളൊരു ടൈം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് എല്ലാവരും കൂടെ പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പം അല്ലെങ്കിൽ പറ്റുന്ന ആ സമയത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അയ്യോ ഹസ്ബൻഡ് മേടിച്ചു തന്നില്ലല്ലോ, മക്കൾ മേടിച്ചു തന്നില്ലല്ലോ എന്നോർത്തൊന്നും നമ്മൾ വ്യാകുലപ്പെട്ട് ഇരുന്നാൽ നമ്മുടെ ജീവിതം അങ്ങനെ പാഴായി പോകത്തേ ഉള്ളൂ. നമ്മൾ തന്നെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തുതരാം. അപ്പം ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഒത്തിരി ജോയ് അല്ലെങ്കിൽ ഹാപ്പിനെസ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. പിന്നെ നമ്മുടെ മനസ്സിന് കിട്ടും. പിന്നെ നിങ്ങളൊക്കെ എന്നെക്കാളും വളരെ ഹോബീസും ടാലന്റും ഒക്കെ ഉള്ള ആൾക്കാരാണ്.
അപ്പം ആ ടാലൻസ് നമ്മൾ ഉപയോഗിക്കുക. ഒരു അരമണിക്കൂർ എടുത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുക. പാട്ട് പാടുന്നവരാണെങ്കിൽ പാടുക, പാടാൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പാടണം, ഇല്ലെങ്കിൽ പാട്ട് ആസ്വദിക്കണം. എന്താണ് നമ്മുടെ ഹോബീസ് എന്നാൽ കണ്ടെത്തി അതൊക്കെ ചിലപ്പം പ്രത്യേകിച്ച് ലേഡീസിന്റെ ഇങ്ങനെ പൊടി തട്ടി കിടക്കുമായിരിക്കും. പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, ഏതോ ഒരു ക്ലാസ്സിൽ നിന്ന് കേട്ടതാണ്, നമ്മൾ എത്ര 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 വലിയ വീട് പണിതിട്ടാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ലേഡീസിനായിട്ട് നമുക്കായിട്ടൊരു സ്ഥലം അവിടെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. നമുക്കായിട്ട് ഏതായിരിക്കും സ്ഥലമുള്ളത്? ബെഡ്റൂം ആയിരിക്കും അല്ലേ? നമുക്കായിട്ടൊരു കോർണർ നമ്മുടെ വീട്ടിലുണ്ടോ? ഒന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ നമുക്കൊരു കോർണർ നമ്മൾ ഉണ്ടാക്കുക. വീടിന്റെ സാഹചര്യം അനുസരിച്ച് നമുക്കായിട്ടൊരു സ്ഥലം വേണം. നമുക്കൊന്ന് ഇരിക്കാനും നമുക്കൊന്ന് സ്വസ്ഥമാകാനും ഒക്കെ പറ്റിയ ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ചെയ്യാറുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുള്ളവരാണോ എല്ലാവരും? ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നവരൊന്ന് ടൈപ്പ് ചെയ്യാവോ ചാറ്റ് ബോക്സിൽ? എത്ര പേര് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി എഴുതുന്നുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്തേ ചാറ്റ് ബോക്സിൽ. ഇരുപത്തേഴ് പേരും ഉണ്ട്. എത്ര പേര് എഴുതുന്നുണ്ടോ? ഓക്കെ, കുറച്ച് പേരൊക്കെ എഴുതുന്നുണ്ട്. ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങണം. നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ വേണം. ഒരു ചെറിയ നോട്ട്ബുക്ക് മതി. ആ നോട്ട്ബുക്കിലാണെങ്കിൽ പോലും കൂടെ നമ്മൾ ആ നോട്ട്ബുക്ക് എടുത്ത് ഡെയിലി ഡേറ്റ് ഇട്ട് ഒരു 10 സംഗതി എഴുതിയാൽ മതി. ഒന്നുമല്ല, ഇത് നമ്മൾ ഇപ്പൊ ഇന്ന് ഈ ഒരു പ്രഭാതം തന്ന പ്രപഞ്ച ശക്തിക്ക് നന്ദി, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിക്കൊള്ളുക. നമ്മളിപ്പം പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഓരോ നിമിഷവും ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കണ്ണുകൾ കാണുന്നുണ്ട്, നമ്മുടെ കൈകാലുകൾ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് ഭക്ഷണം ഒരു മുട്ടും കൂടാതെ നമുക്ക് കിട്ടുന്നുണ്ട്, ഇല്ലേ? നമുക്ക് നല്ലൊരു വീടുണ്ട്, വാഹനമുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ എത്രയാണെന്നാൽ നമുക്ക് നല്ല സ്വഭാവമുള്ള മക്കളുണ്ട്. ഇനി അഥവാ സ്വഭാവത്തിന് എന്തെങ്കിലും ഇത്തിരി കുഴപ്പമുണ്ടെങ്കിൽ പോലും കൂടെ എൻ്റെ സ്വഭാവം നല്ലതാണ്, അതിന് നന്ദി എന്നും പറഞ്ഞ് അങ്ങ് എഴുതിക്കോളൂ. അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഗ്രാറ്റിറ്റ്യൂഡിന് അത്രമാത്രം ശക്തിയുണ്ട്. അത് തന്നെ വേറൊരു ക്ലാസ് എടുക്കേണ്ടതാണ്. അതിനൊക്കെ എടുക്കാൻ വിദഗ്ധൻ നമ്മുടെ നിസാവ് സാറൊക്കെയാണ്. സാറിനൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ 2018 മുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയൊക്കെയാണ് എനിക്ക് ഇത്രയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റിയത്. നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ മുൻകൂറായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇട്ട് എഴുതിക്കോളൂ. തീർച്ചയായിട്ടും പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ ഇങ്ങനെ സെൽഫിനെ കുറ്റപ്പെടുത്തി ഒന്നും നമ്മൾ എഴുതാൻ പാടില്ല. നമുക്ക് ആ ഒരു ഇമോഷൻസ് കംപ്ലീറ്റ് ആ എഴുതുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. പ്ലസ് ആക്ഷനും കൂടി എടുക്കണം. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അതാണ് മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് നല്ലൊരു ടൂളാണ്. തീർച്ചയായിട്ടും എഴുതാത്തവർ എഴുതി തുടങ്ങുക. അത് നമ്മുടെ മനസ്സിനും സമാധാനം തരും. പിന്നെ നമുക്ക് ഒപ്പന നമുക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രാറ്റിറ്റ്യൂഡിന് പിന്നെ ഒരു പോയിന്റാണ് പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ കൊടുക്കുക. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെ ആണോ നമ്മൾ നെഗറ്റീവായിട്ട് കൊടുത്തേക്കുന്നത് അതിനെയൊക്കെ മാറ്റിക്കളയാൻ വേണ്ടി പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റും. അതായത്, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് മൂല്യമുള്ള ഒരു വ്യക്തിയാണ്, എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമുക്കല്ലേ? നമുക്കൊരു അസുഖം ഉണ്ടായെന്നും പറഞ്ഞ് നമ്മൾ കിടന്നിട്ട് കാര്യമില്ല. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. എൻ്റെ ബോഡി വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതും അല്ലെങ്കിൽ അസുഖം ഉണ്ടാകാതെ നോക്കേണ്ടതും കടമ എനിക്കാണ്. ഞാൻ വെള്ളം കുടിക്കേണ്ട കടമ എനിക്കാ, അല്ലാതെ മക്കൾക്കോ എൻ്റെ ഭർത്താവിനോ ഒന്നും അല്ല. നമ്മൾ നമ്മുടെ ബോഡിയെ നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ കെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വയ്യാതെ തീരെ കിടക്കുവാണെങ്കിൽ അവർ നോക്കട്ടെ, നമുക്ക് പറ്റത്തില്ല. അല്ലാത്ത സമയങ്ങളിൽ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. അതാദ്യമേ നമ്മളൊന്ന് ചിന്തിക്കണം. പിന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നല്ലൊരു അഫർമേഷൻ ഉണ്ട്. എന്നതാണ്? ഐ ലവ് മൈസെൽഫ്
ഐ റെസ്പെക്ട് മൈസെൽഫ്, ഐ ഓണർ മൈസെൽഫ്. ഈ 3 കൂട്ടം എഴുതിയാൽ തന്നെ സെൽഫ് ലവ് ഉണ്ടാകും. അതായത് അതിൻ്റെതായ ഇമോഷൻസ് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ എഴുതാവുള്ളൂ. ഇമോഷൻസോട് കൂടി, അതായത് ഇമോഷൻസ് ഉൾക്കൊണ്ടുകൊണ്ട് എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും വർക്ക് ചെയ്തുകൊണ്ടേ ഇത് എഴുതാവുള്ളൂ. അത്ര ഇമോഷൻസോട് കൂടി വേണം നമ്മൾ എഴുതാൻ. എന്നാൽ നമുക്കതൊക്കെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഇനി ഇത്രയും പോയിന്റ്സ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ സെൽഫ് ലവ് ഉണ്ടെങ്കിൽ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല മനസ്സമാധാനം കിട്ടും. അതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഹാപ്പിനെസ് ആൻഡ് പീസ് ഓഫ് മൈൻഡ് ആണ്. ഇത് രണ്ടും നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ കിട്ടും. നമ്മൾ വേറെ ആരുടെ അടുത്ത് പോകണ്ട, നമുക്ക് കിട്ടും. പിന്നെ നമുക്കൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. നമുക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ തനിയെ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കുറയ്ക്കാൻ പറ്റും. നമുക്ക് നന്നായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. നമ്മൾ പലരോട് ഡിസിഷൻ ചോദിച്ച് നമ്മളൊരു സംശയത്തിന്റെ പുറത്ത് ആരോടെങ്കിലും ഒക്കെ നമ്മൾ പല അഭിപ്രായങ്ങൾ ചോദിച്ചാലും ലാസ്റ്റ് നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ചോദിക്കും, അല്ലെ, ഞാൻ അത് ചെയ്യണം, ഞാൻ അത് ചെയ്യണമെന്ന് ആരോടാ നമ്മൾ ചോദിക്കുന്നത്? അതാണ് നമ്മുടെ ഇന്നർ സെൽഫ് എന്ന് പറയുന്നത്. ആ ഇന്നർ സെൽഫിന്റെ തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. മറ്റുള്ളവർ പറയുന്നത് കേട്ടോണ്ടല്ല. നമ്മൾ ചോദിച്ചിട്ട് മറ്റുള്ളവർ ചിലപ്പം പറയുന്നത് കേൾക്കേണ്ടി വരും, എങ്കിൽ പോലും കൂടുതലും നമ്മളെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക, അവരുടെ സജഷൻസ് ഒക്കെ കേട്ടിട്ട്. അപ്പം ഇവയൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഇതുകൊണ്ട് കിട്ടുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പം തന്നെ ലോകം നിങ്ങളോട് പ്രതികരിക്കുന്ന രീതിയും മാറും. അതാണ് ഈ അഫർമേഷൻസിലും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതിലുമുള്ള ആ ഒരു മാജിക് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവാണ് അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും. അത് നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണം. ചെയ്യാത്തവർ ഇന്ന് തൊട്ട് തുടങ്ങുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമുക്ക് സെൽഫ് ലവ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി ഒരു 3 ചെക്ക് ലിസ്റ്റ്, ജസ്റ്റ് യെസ് ഓർ നോ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ പറയാം. ഞാൻ എന്നോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഞാൻ എന്നോട് സംസാരിക്കാറുണ്ടോ? ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? യെസ് ഓർ നോ നിങ്ങൾ തന്നെ ചിന്തിച്ചോളൂ. പിന്നെ എനിക്ക് നോ പറയാൻ സാധിക്കുന്നുണ്ടോ? നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എല്ലാം യെസ് പറഞ്ഞ് തലയിൽ എടുത്ത് വെച്ചിട്ട് നമ്മുടെ കാര്യം ചെയ്യാൻ നമുക്ക് ടൈം കിട്ടാറില്ല. അപ്പം നോ പറയാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? എൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിന് ഞാൻ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെയും മക്കളുടെയും അല്ലെ നേരെ തിരിച്ചും ആയിട്ടുള്ള ഒരു ജീവിതമാണോ ഞാൻ ജീവിക്കുന്നത്? ഞാൻ എൻ്റെ തെറ്റുകൾക്ക് എന്നോട് തന്നെ മാപ്പ് പറയാറുണ്ടോ? നമ്മൾ സ്വയം മാപ്പ് പറയാറുണ്ടോ? എൻ്റെ മൂല്യം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വാല്യൂസ് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ വാല്യൂസ് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഈ 5 ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയാണെന്ന് നോക്കിയിട്ട് അതിനകത്ത് നമ്മൾ കറക്ഷൻ വരുത്തുക. പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീക്ക്നെസ്സും എബിലിറ്റീസും ഒക്കെ നമുക്കുണ്ട്. അവയും ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സെൽഫ് ലവ് വളർത്തിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ സെൽഫ് ലവ് നമ്മൾ പറഞ്ഞു, നമുക്ക് മെന്റൽ പീസ് ഉണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും, ക്ലാരിറ്റി കിട്ടും, നമ്മുടെ ഹെൽത്തി ആയിരിക്കും, ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകും, നമ്മുടെ ഹെൽത്ത് ഓക്കെ ആകും, നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും, നന്നായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും, നമുക്ക് ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാവും. ഇതിൽ കൂടുതൽ എന്നാ നമുക്ക് വേണ്ടേ? വേറെ എന്തെങ്കിലും വേണം? പക്ഷേ നമ്മൾ എന്തിൻ്റെ എല്ലാമോ പുറകെ പോകുന്നു, നമുക്കൊന്നിനും സമയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയൊക്കെയാണ് സെൽഫ് ലവിനെ പറ്റി എനിക്ക് പറയാൻ ഉണ്ടായിരുന്ന പോയിന്റ്സ്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇതിനൊരു അവസരം തന്ന ഈ ഗ്രൂപ്പിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പം തീർച്ചയായിട്ടും നമ്മൾ തന്നെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ. അതായത് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും വികാരങ്ങളെയും കുറ്റപ്പെടുത്താതെ അപമാനിക്കാതെ അംഗീകരിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. മനസ്സിലായല്ലോ? നമ്മളിനി സ്വയം കുറ്റപ്പെടുത്തുകയൊന്നും വേണ്ട. അതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരാറുള്ളത്, എന്തെങ്കിലും ചെയ്യാൻ. തീർച്ചയായിട്ടും അത് കുറച്ച് മാറ്റി കുറേശ്ശെ മാറ്റി
നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പഠിപ്പിച്ച് കൊണ്ടുവന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. താങ്ക് യു വെരി മച്ച്. ഹലോ, ഗുഡ് മോർണിംഗ് മാം. അതെ, നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരു മണിക്കൂറോളം അടുത്ത് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഒരു ഓളത്തിനും താളത്തിനും ഇങ്ങനെ പോയതുപോലെ, നമ്മളെ എന്നത്തെ സജ്ജനാമന്റെ പാട്ട് പോലെ പാട്ട് കേട്ടായിരുന്നു വിചാരിക്കുന്നു. അപ്പൊ ഏതായാലും സെൽഫ് ലവ്, ഇപ്പൊ മാം അവസാനം പറഞ്ഞ 5 അസസ്മെന്റ് ടാസ്കില് എനിക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം ഞാൻ നോ ആണ് അവിടെ കൊടുത്തത്. കാരണം എന്നോട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് നോ പറയാൻ കഴിയാറില്ല. ഞാൻ ചെയ്തു തരാം, പക്ഷെ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് വേണ്ടി അതിനായിട്ട് ഞാൻ സമയം എടുക്കാറില്ല. പക്ഷെ എങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് പല ആൾക്കാർ കുറെ ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്ന സമയത്ത് അതങ്ങനെ ചില ആളുകൾ അങ്ങനെ കേൾക്കാതെ പെൻഡിങ് ആവും. പക്ഷെ ഞാൻ നല്ല സമയത്ത് ചെയ്യാറുണ്ട്. പക്ഷെ ആൻസർ ഒന്നിന് മാത്രമേ ഞാൻ നോ കൊടുത്തുള്ളൂ, ബാക്കിയൊക്കെ യെസ് ആണ്. ഏതായാലും അടിപൊളി സെഷൻ ആയിരുന്നു, മനോഹരമായിട്ട് എടുത്തു തന്നു. രാവിലെ തന്നെ ഒരു അറിവിന്റെ ലോകം തന്നെ നമുക്ക് തന്നു എന്നുള്ളതാണ്. കൺഗ്രാറ്റ്സ് മാം, താങ്ക് യു. താങ്ക് യു വെരി മച്ച് മാം. വളരെ നല്ല സെഷൻ ആയിരുന്നു. ആ ആക്ടിവിറ്റി ഒക്കെ ചെയ്തതൊക്കെ ഇറ്റ്സ് എ ഒരു പുതിയ കാര്യമായിരുന്നു. അത് അങ്ങനെ ചെയ്തത്. ബട്ട് ഇറ്റ് ഡസ് ഹാവ് എൻ ഇഫക്ട്. നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ, നമ്മുടെ ശരീരത്തെ സ്നേഹിക്കാനും ഒക്കെ ആം, നമ്മുടെ ഓരോ ഭാവവും അങ്ങനെ ഹഗ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലൊരു എക്സസൈസ് ആയിരുന്നു. അതുപോലെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെ നമ്മളെ തന്നെ നമുക്ക് സ്നേഹിക്കാം എന്നുള്ള കാര്യങ്ങൾ. സോ ഇറ്റ്സ് വെരി ഗുഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തില് കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ മക്കളോട് ഇങ്ങനെ തമാശന് ഓരോ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അത് പിള്ളേരെ അവരെ എന്ത് വേണ്ട മുറിപ്പെടുത്തുക എന്നുള്ളതേ. കാരണം എന്റെ പേഴ്സണലി ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ ചെറുപ്പത്തിൽ പറയുമായിരുന്നു എന്റെ ആങ്ങളമ്മ, ഞാൻ 6 മക്കളിൽ ഏറ്റവും ഇളയതാണ്. അപ്പൊ ഇങ്ങനെ പറയുമായിരുന്നു, എന്നെ തവിട് കൊടുത്ത് മേടിച്ചതാണ്. അപ്പൊ അവര് തമാശ പറയുന്നതാ, പക്ഷെ നമ്മളോട് അങ്ങനെ സ്നേഹക്കുറവൊന്നും ഇല്ല, അങ്ങനെ വലിയ പ്രോബ്ലം ഉള്ള ചൈൽഡ്ഹുഡ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ എന്നാലും അവര് തമാശ പറയുമ്പോഴേ നമുക്ക് അത് ഞാൻ ഓർക്കുന്നുണ്ട്, അന്നും അത് കേൾക്കുമ്പോൾ സങ്കടമായിരുന്നു. ഓ, നിന്നെ തവിട് കൊടുത്ത് മേടിച്ചു. അപ്പൊ ഇതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് പലരും. ഇതിപ്പോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ വേറെ പലരുടെയും ഇതുപോലൊക്കെ കമന്റുകൾ നെഗറ്റീവായിട്ട് പറയും. പക്ഷെ അത് നമ്മളെ എന്തും വേണം അഫക്റ്റ് ചെയ്യുന്നുള്ളതേ. പ്രത്യേകിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ ഇതും കൂടെ കേൾക്കുമ്പോഴത്തേനും നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകും. സോ നമ്മുടെ ചൈൽഡ്ഹുഡ് ഹാസ് എ ലോട്ട് ഓഫ് ഇഫക്റ്റ് ഓൺ ഹൗ യു ടേൺ ഔട്ട് ടു ബി. സോ വെരി ഗുഡ് സെഷൻ. നമ്മളിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യാൻ ഒരു നല്ല ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. ഹലോ. ഹലോ മാം. താങ്ക് യു മാം. ഈ സെൽഫ് ലവിനെ കുറിച്ചിട്ട് കുറെ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ പിന്നെ എനിക്ക് തോന്നിയതെന്ന് വെച്ചാല് ഓരോരുത്തർ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയത് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ മാമിന് അതുപോലെ പുതുതായിട്ട് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്ന കാര്യം ശരിയാണ്, അത് വളരെ എഫക്റ്റീവാണ്. പക്ഷെ ഞാനത് കുറെ ദിവസങ്ങളായിട്ട് മുടങ്ങി കിടക്കാറുണ്ട്. എന്തായാലും ഇപ്പൊ ഞാൻ ഡയറി എടുത്ത് വെച്ച് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഗുണം കിട്ടി. അപ്പൊ അതിന്റെ ഇത് കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോ ഞാൻ എഴുതും, ചിലപ്പോ മടിച്ചിട്ട് എഴുതൂല. അപ്പൊ മാമിന്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംതിങ് ഒരു വെറൈറ്റി, ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോണിൽ കൂടെ അത് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ മീൻസ് ഈ എന്താ പറയാ, നേച്ചർ ലവ് എന്നൊക്കെ പറയുമ്പോ ഞാനും കുറച്ച് അഗ്രികൾച്ചറിലൊക്കെ ഇത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. പക്ഷെ എന്റെ വീട് ഇവിടെ ആലുവയാണ്. അപ്പൊ എനിക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല. എനിവേ എനിക്ക് കുറച്ച് കൾട്ടിവേഷനൊക്കെ എനിക്കുണ്ട്. കുറച്ച് വെജിറ്റബിൾസ്, കുറച്ച് ഗാർഡനിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അത് ഇതിപ്പോ പറഞ്ഞപ്പോഴും പിന്നെ ഇതുപോലെ നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മളെ എങ്ങനെ കാണുന്നു, അങ്ങനെ അങ്ങോട്ട് ലവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പൊ ഞാനതൊന്ന് റീതിങ്ക് ചെയ്തു. ശരിയാണ്. അപ്പൊ ഓരോരുത്തരും ഓരോ വേ ഓഫിലാണ് പ്രസന്റേഷൻ. അപ്പൊ ഈ സെൽഫ് ലവിനെ കുറിച്ച് ഒരുപാട് കേട്ടതിൽ നിന്ന് ഇന്നത്തെ പ്രസന്റേഷൻ ഒരു വെറൈറ്റി ആയിരുന്നു. നന്നായിരുന്നു മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.
നമ്മുടെ ഫീഡ്ബാക്ക് ടോക്കുകൾ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ടോക്ക് നമ്മളോട് തന്നെ നമ്മൾ ഒത്തിരി കുറ്റപ്പെടുത്തുന്നില്ലേ? നമ്മൾ ഏത് കാര്യത്തിനാ പോസിറ്റീവായിട്ട് നമ്മളോട് പറയുന്നത്? ആദ്യത്തെ വാക്ക് എന്നാണേലും നമ്മളൊക്കെ നെഗറ്റീവിലാണ് നമ്മുടെ ചിന്ത വരാറുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെ സെൽഫ് ലവും ഇങ്ങനെ കേട്ട് 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 നമ്മളത് അങ്ങോട്ട് പ്രാക്ടീസ് കഴിഞ്ഞാലേ നമുക്ക് പോസിറ്റീവ് വരത്തുള്ളൂ. പ്രാക്ടീസ് തുടങ്ങിയാൽ മതി. കാരണം നമ്മൾ സെൽഫ് ലവിന്റെ ഒത്തിരി ക്ലാസ് കേൾക്കുന്നുണ്ട്. ഞാനും ഒത്തിരി ക്ലാസ് കേട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഉള്ള പാഠങ്ങളാണ് കേട്ടോ. അല്ലാതെ ഞാൻ നമ്മളതായിട്ടൊന്നും ഉണ്ടാക്കിയതല്ല. പല ക്ലാസ്സിൽ നിന്ന് കേട്ടതിന്റെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ. എങ്ങനെ ഞാൻ സെൽഫ് ലവ് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി നമുക്കിപ്പം കിട്ടിയില്ലേ? അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ സെൽഫ് ലവ് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ആൾക്കാർക്ക് അറിയില്ലല്ലോ. നമുക്കറിയാം, കാരണം നമ്മളൊരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിലായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ അറിയാൻ പറ്റും. ഹലോ മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല സെഷൻ ആയിരുന്നു. സെൽഫ് ലവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ചിലതൊക്കെ നമ്മൾ ചെയ്യുന്നത്, ചിലതൊക്കെ ചെയ്യാത്തത്. കുറെ നല്ല ഇൻഫർമേഷൻ കിട്ടി. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ഇനി ഫീഡ്ബാക്ക് പറയുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? രചന മാം നേരത്തെ ലീവായി. മാമിന് എന്താ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞു. വൈൻഡ് അപ്പ് ചെയ്യാം പിന്നെ അല്ലേ? ഒരു കാര്യം സാറേ, പറയൂ മാം. കണ്ടിന്യൂ. ഒരു കാര്യമുള്ള എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കളെ നമ്മളൊന്ന് പഠിപ്പിച്ച് വരണം, ഇപ്പോഴത്തെ കൊച്ചു പിള്ളേരെയൊക്കെ. കാരണം അവർക്ക് സെൽഫ് ലവ് എന്നുള്ള ഒരു സംഗതി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാത്തതും അല്ലെങ്കിൽ അതൊക്കെ വന്നില്ലേനാണ് ഈ പിള്ളേര്. നമ്മളിലെ പേരൻസ് എത്ര പേര് മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്? അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇന്നത്തെ ആക്ടിവിറ്റീസ് അല്ലെ ഇന്നത്തെ കാര്യങ്ങൾ എന്താണെന്ന്? ക്ഷമയോടുകൂടി അവന്റെ അടുത്തിരുന്ന് നമുക്ക് കേൾക്കാൻ സമയമുണ്ടോ? വളരെ കുറവ് ആൾക്കാർക്കേ ഉള്ളൂ. ചോദിക്കാൻ പോലും സമയമില്ല. അപ്പം അവരിലൊക്കെ നമ്മൾ ഇതൊന്നും ഇൻകൾക്കേറ്റ് ചെയ്തില്ല എങ്കിലാണ് ശരിക്കും കുട്ടികളൊക്കെ പാളിപ്പോകുന്നതും സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ ടൈമൊക്കെ കണ്ടെത്തുന്നത്. അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിള്ളേരിലും കൂടെ നമ്മൾ ഇതൊന്ന് ഇൻകൾക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബൈ. ഓക്കെ. Thank you. Have a good day, everyone. ഓക്കെ, താങ്ക് യു.